അച്ഛൻ എന്ന് പറഞ്ഞാൽ മരത്തിന് പണി എടുക്കുന്നതാണ്. അപ്പോൾ അച്ഛൻ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ചിരട്ടകൾ നല്ല ഷേപ്പിൽ ചിരട്ടകളെല്ലാം കാണുമ്പോൾ കൊണ്ടുതരും. അതേപോലെ തന്നെ അമ്മയും നല്ല സപ്പോർട്ടുണ്ട്. വീട്ടുകാരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. എൻ്റെ പേര് അഭിരാം. ഞാൻ കാസർഗോഡ് ജില്ലയിൽ പൂടങ്കല്ല് ചേറ്റിക്കൽ എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് കുറ്റിക്കോൽ ഐറ്റിയിലാണ് കാസർഗോഡ് ജില്ലയിൽ. ചിരട്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പാഴ്വസ്തു ആയിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം കത്തിച്ച് കളയും, വേസ്റ്റിലിട്ട് പോകുന്നതാണ്. അതിലൂടെ നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയ ഒരു ഉൽപ്പന്നം ആക്കിയെടുക്കാമെന്നാണ് ഞാൻ കണ്ട ഒരു കാഴ്ച. അപ്പോൾ ചിരട്ട എൻ്റെ കയ്യിലെത്തിയിട്ടാകുമ്പോൾ ഞാനതിൽ പല ഡിസൈനും പല മോഡലുകളും നോക്കി ഓരോരു ചിരട്ട എടുത്ത് അതിൽ പറഞ്ഞ വിസ്മയങ്ങൾ തീർത്തു. ഒരു ആക്സോ ബ്ലേഡ്, ഫ്രെയിം, പിന്നെ സാൻഡ് പേപ്പർ, പിന്നെ ഫ്ലക്സ് ക്യൂക്ക്, പോളിഷിങ്, ഇതെല്ലാമാണ് ഉപയോഗിക്കുന്നത്. ക്രാഫ്റ്റ് മീഡിയ എന്ന പേരിൽ 80-ലധികം വിവിധ കരകൗശല പ്രൊഡക്റ്റുകൾ അഭിറാം ഉണ്ടാക്കുന്നു. 40-ലധികം ഓർഡറുകളാണ് അഭിറാമിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ കിട്ടിയത്. ഞാൻ ആക്കിയ ഓരോരോ ഉൽപ്പന്നങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടു തുടങ്ങി. അപ്പോൾ ഓരോരോ ആൾക്കാർ ലൈക്ക് അടിച്ച് കമൻ്റ് അടിച്ച്, ഒരാൾക്കാർ മാർക്കറ്റിംഗ് പരമായും ഒരാൾക്കാർ എന്നെ തിരയുന്നു, ഒരാൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ചോദിച്ചു വന്നു. അപ്പോൾ ഓരോരാൾക്ക് ഞാൻ എൻ്റെ അറിവ് പകർന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആദ്യവും സാമ്പത്തികത്തിൽ മിഷൻസ് ഒന്നും മണിക്കാൻ കിട്ടിയില്ല. ഇപ്പോഴും അതെ, മിഷൻസ് ഒന്നും കിട്ടിയില്ല. മിഷൻസ് ഉണ്ടെങ്കിൽ കുറച്ച് നീറ്റ് വർക്കാവും. ലീപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ് എങ്ങനെ നമുക്ക് മുന്നോട്ട് നയിക്കാം എന്ന് പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസം നിന്നു. ലീപ്പിൽ ഉദ്യം ടീം വന്ന് നമുക്ക് ക്ലാസ് എടുത്തായിരുന്നു ബിസിനസ് പരമായാൽ. അപ്പോൾ ടീച്ചർ ഓരോരോ മണിക്കൂറും ക്ലാസ് എടുത്തു തരും. അത് എങ്ങനെയാണ് നമ്മൾക്കൊരു പ്രൊഡക്റ്റ് തുടങ്ങി എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് തുടങ്ങിയിട്ട് അത് മാർക്കറ്റ് ചെയ്യുന്ന വരെയുള്ള ഒരു അനുഭവം ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിലേക്ക് വരുമ്പോൾ എന്നോട് കുറേ ആൾ പറഞ്ഞിനി ഇതും കൊണ്ടൊന്നും മെച്ചമില്ല, ഇത് വെച്ച് പോകരുത് എന്ന് പറഞ്ഞാൽ ഇതും കൊണ്ടൊന്നും വലിയ മാർഗമൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ചെയ്താകുമ്പോഴേക്ക് നാട്ടുകാരെല്ലാം സപ്പോർട്ടായി, ക്ലാസ്സിലെല്ലാവരും വീട്ടുകാരെല്ലാവരും സപ്പോർട്ടായി.